എല്ലാവർക്കും നമസ്കാരം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, നമുക്ക് രാശിഫലങ്ങളിലേക്ക് കടക്കാം. കന്നിക്കുറി ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായി ബുധൻ മാസം തുടങ്ങുമ്പോൾ 11-ൽ സഞ്ചരിക്കുന്നതിനാൽ ജോലി, തൊഴിൽ പോലുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളുണ്ടാകും. സ്റ്റേഷനറി, ബ്രോക്കറേജ്, ഏജൻസി, പുസ്തക വിൽപ്പന, പത്രപ്രവർത്തനം, റിപ്പോർട്ടർമാർ, അഭിഭാഷകർ, ഓഡിറ്റർമാർ ഇതുപോലെയുള്ള ജോലികളോ തൊഴിലോ ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ അധികരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ചെയ്ത് പഠിക്കാൻ സാധിക്കും. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലിയും ലഭിക്കും. ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകും. ശുക്രൻ്റെ സഞ്ചാരവും അനുകൂലമായതിനാൽ കലാകാരന്മാർക്ക് അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കുവാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. വിവാഹാദി മംഗളകാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണിത്. കുടുംബത്തിൽ സന്തോഷപരമായ അന്തരീക്ഷം നിലനിൽക്കും. വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാൻ യോഗമുണ്ടാകും. ചൊവ്വ 12-ാം തീയതി അഷ്ടമരാശിയിൽ നിന്ന് മാറുന്നതോടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഇനി മാറും. മനോധൈര്യം അധികരിക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും മാറും. ശനി 6-ൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലിഭാരം കുറച്ച് കൂടും എന്നല്ലാതെ മറ്റു ദോഷഫലങ്ങളൊന്നും ഉണ്ടാവുകയില്ല. സൂര്യനും ഈ മാസം അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ സർക്കാർ ജോലിയിലുള്ളവർ, രാഷ്ട്രീയ പ്രവർത്തകർ, ഡോക്ടർമാർ, റെയിൽവേ ജീവനക്കാർ, വിദ്യാഭ്യാസ രംഗത്തുള്ളവർ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ജൂലൈ 1, 27, 28, 29 ഈ തീയതികൾ ചന്ദ്രാഷ്ടമ ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ അനുകൂല ഫലങ്ങളായിരിക്കും ഈ മാസം കന്നിക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കന്നിക്കൂറ് ജനിച്ചവർക്കായുള്ള ജൂലൈ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ തുലാക്കൂറ് ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.